നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഓസീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദിനത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മടങ്ങിയെത്തും എന്നുള്ളതാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത്. ആദ്യ ഏകദിന മത്സരം ഒക്ടോബർ 19-നാണ്. ഒക്ടോബർ 19, ഒക്ടോബർ 23, ഒക്ടോബർ 25 തീയതികളിലായിട്ട് 3 ഏകദിന മത്സരങ്ങളും ഒക്ടോബർ 29, ഒക്ടോബർ 31, നവംബർ 2, നവംബർ 6, നവംബർ 8 തീയതികളിലായിട്ട് 5 T20I മത്സരങ്ങളുമാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയിട്ട് കളിക്കുന്നത്. ഈ 2 സീരീസുകൾക്കുമുള്ള സ്കോഡ് ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഏകദിന സ്കോഡാണ്. ഇപ്പം പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം രോഹിത്തും കോഹ്ലിയും ഏകദിന സ്കോഡിൽ ഉണ്ടാകും. ടീമിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് രോഹിത്തുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുമെങ്കിലും രോഹിത്ത് തന്നെ ക്യാപ്റ്റനായിട്ട് തുടരാനാണ് സാധ്യത എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ റവ് സ്പോർട്സ് നൽകുന്നത് സൂര്യകുമാർ യാദവിനെ ODI സ്കോഡിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്നാണ്. അത് കാത്തിരുന്ന് കാണണം. അതിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടറിയണം. സഞ്ജു സാംസൺ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് സ്കോഡിലേക്ക് എത്തും, ഏകദിനത്തിലും സ്കോഡിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ PTI പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഋഷഭ് പന്തിന് പരിക്കാണ്, പുറത്താണ്. അപ്പം KL രാഹുലായിരിക്കും മെയിൻ വിക്കറ്റ് കീപ്പർ. പിന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ജുറലോ സാംസണോ എന്നുള്ളതാണ് ചോദ്യം. സാംസൺ നറുക്ക് വീഴും എന്നാണ് ഇപ്പോൾ PTIയുടെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഒരു പ്രോബബിൾ സ്കോഡ് എങ്ങനെ ഉണ്ടാവും നമ്മൾ നോക്കുകയാണ്. സാധ്യത സ്കോഡ് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, സഞ്ജു സാംസൺ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അർഷ്ദീപ്, സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർദിക് പാണ്ഡ്യക്ക് പരിക്കാണ്, അദ്ദേഹം സ്കോഡിൽ ഉണ്ടാവില്ല. പകരം ഓൾറൗണ്ടറായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിട്ടുള്ള ഒരു ലൈക്ലി സ്കോഡാണ്, പ്രോബിൾ സ്കോഡാണ്. ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വരും മണിക്കൂറുകളിൽ ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.